കുറച്ച് സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ട്, ഒരുപാട് സോഷ്യൽ ഒക്കേഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയ കട്ട് ചെയ്തിട്ടുണ്ട്. CUET PG 2026 ഇംഗ്ലീഷിലെ ഓൾ ഇന്ത്യ റാങ്ക് 67 അഫ്ലയാണ് ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത്. നമുക്ക് അഫ്ലയോട് ചോദിച്ചറിയാം. അഫ്ല, CUET PG 2026 ഓൾ ഇന്ത്യ റാങ്ക് 67 കിട്ടി ഇവിടെ ഇരിക്കുമ്പോൾ വാട്ട് യു ഫീൽ നൗ? ഐ ഫീൽ ദാറ്റ് ചെയ്ത ഹാർഡ് വർക്ക് എല്ലാം വർത്തായി എന്നുള്ളൊരു ഫീലാണ്. വാട്ട് എവർ കുറച്ച് സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ട്, ഒരുപാട് സോഷ്യൽ ഒക്കേഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെ എടുത്തിട്ടുണ്ടോ, റിസ്ക് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം വർത്തായതുപോലെയാണ് തോന്നുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അഫ്ലേൻ്റെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഫ്ല 1 ഇയർ റിപ്പീറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാകുമ്പോൾ പൊതുവെ എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ജേർണിയിൽ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും റിസൾട്ട് ഉണ്ടാകുന്നുള്ള കാര്യം മുമ്പ് ഉറപ്പുണ്ടായിരുന്നു? എക്സാം എഴുതുന്നതിൻ്റെ തൊട്ട് മുന്നേ എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം ഇപ്രാവശ്യം എക്സാമിൻ്റെ പാറ്റേൺ പക്കാൻ മാറി. എക്സാം എഴുതുന്നതിന് മുന്നേ വരെ ഞാൻ അത്യാവശ്യം എല്ലാം കവർ ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം ഒരു നെറ്റ് ബേസ്ഡ് ആയിട്ടാണ് ഞാൻ പഠിച്ചത്. എന്തായാലും ബ്രേക്ക് എടുത്തല്ലോ എന്നുള്ളത് പോലെ ഒരു നെറ്റ് JRF ബേസ്ഡ് ആയിട്ടാണ് അത്രയും ഡെപ്തിൽ പഠിച്ചു. പക്ഷെ എക്സാമിൻ്റെ പാറ്റേൺ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ഇപ്രാവശ്യം. നെറ്റ് പോലെയാണ് എക്സാം വന്നിട്ടുണ്ടായിരുന്നത്, CUET പോലെയല്ല. അപ്പം അത് കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയി. എന്നാലും സ്റ്റിൽ ഐ ഗോട്ട് ദ റിസൾട്ട്സ് വിച്ച് ഐ വർക്ക് ഫോർ. ഇപ്പോൾ അഫ്ലേനെ പറ്റി പറയുമ്പോൾ അഫ്ലേൻ്റെ കോളേജ് എന്ന് പറയുന്നത്, ഡിഗ്രി പഠിച്ച സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ദക്ഷിണേന്ത്യയിലെ അലിഗഡ് എന്നാണ് പറയുക, സൗത്ത് ഇന്ത്യയുടെ അലിഗഡ് എന്ന്. അങ്ങനെയുള്ളൊരു ക്യാമ്പസ് ഉണ്ട്, ഫറൂഖ് കോളേജാണത്. ഫറൂഖ് കോളേജിൽ നിന്ന് വേറൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ തോന്നുന്ന, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഓൾറെഡി ഡൽഹി യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ JNU അതുപോലെ തന്നെ IFLU ബാക്കി യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് 67 ആയതുകൊണ്ട് തന്നെ എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പസിലേക്ക് ഫറൂഖ് കോളേജിൽ നിന്ന് പോകുമ്പോൾ വാട്ട് യു ഫീൽ? ആൻഡ് അതുകൂടാതെ ഫറൂഖ് കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളെ നാട്ടിലെ ബെസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ ഫറൂഖ് കോളേജാണ്. അവിടെ നിന്ന് നമുക്ക് കിട്ടിയതും ഇനിയിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നുള്ള സാധനം, ആ ഒരു എക്സൈറ്റ്മെന്റിനെ പറ്റി എങ്ങനെയാണ് പറയാനുള്ളത്? ഓക്കെ, സോ ഫറൂഖ് കോളേജ് വാസ് ആക്ച്വലി എ ഡ്രീം ഓഫ് 6 years. അപ്പം സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഫറൂഖ് കോളേജാണ് ഞാൻ ആദ്യമായിട്ട് കേട്ട് വന്നിട്ടുള്ള കോളേജ്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പഠിക്കണം എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി പഠിച്ചിട്ടാണ് നല്ല മാർക്ക് സ്കോർ ചെയ്ത് അവിടെ കയറിയത്. അപ്പം അതായിരുന്നു സ്റ്റാർട്ടിങ് പോയിന്റ് എല്ലാത്തിൻ്റെയും. അപ്പം PG എടുക്കണം, സെൻട്രൽ യൂണിവേഴ്സിറ്റി കയറണം എന്നുള്ളൊരു ആഗ്രഹം വന്നതും അഗൈൻ അവിടുന്ന് ഉള്ള സീനിയേഴ്സിൻ്റെ അവിടെയുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ കൂടിയിട്ടാണ്. പിന്നെ വാട്ട് ഐ ഏൺ ഫ്രം ഫറൂഖ് കോളേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നോളജ്, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ എടുത്ത് പറയണം. മുഫി മാം ആൻഡ് സുമി മാം, ഇവർ രണ്ടുപേരെയും ഞാൻ മറക്കില്ല. എൻ്റെ ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരാണ്. അപ്പം ഐ ഗോട്ട് ദെം ഫ്രം ഫറൂഖ് കോളേജ്. അവർ പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് തീസീസ് ഒക്കെ എഴുതാനുണ്ട്. അപ്പം അതും എനിക്ക് നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓൺലി ബിക്കോസ് അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് വാസ് ഇമെൻസ്. അത് എപ്പോഴും എടുത്ത് പറയണം. അപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ലിബറലാണ്, കുറച്ചുകൂടി ഫ്രണ്ട്ലിയാണ് ടീച്ചേഴ്സ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു വെൻ ഇറ്റ് കംസ് ടു ഫറൂഖ് കോളേജ്. അതായിരുന്നു എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ്. എല്ലാത്തിൻ്റെയും ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ നമുക്കൊരു റിസർച്ച് എന്നുള്ള പാത്തിലേക്ക് ഡിറക്ഷൻ തന്നു വിട്ടിട്ടുള്ളത് അവിടുത്തെ ടീച്ചേഴ്സാണ്. റിസർച്ച് ചെയ്യണം, അതിനുള്ള കാലിബർ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. സോ യെസ്. അപ്പോൾ പിന്നെ എന്താണ് ഫറൂഖ് കോളേജിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്? അപ്പുറത്തേക്ക് CUET നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ളൊരു നോളജ്, അതേപോലെ തന്നെ റീസേർച്ചാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. അപ്പോൾ അതിലേക്കൊരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്നുള്ള പോലെ PGയിൽ ഒരുപാട് പേപ്പേഴ്സ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജേർണിയിൽ നമുക്കറിയാം നമ്മളെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ, ഫ്രണ്ട്സ് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ഏതെങ്കിലും ബെസ്റ്റായിട്ട് നമ്മളെ കൂടുതൽ സ്വാധീനിച്ച ഫാക്കൽറ്റീസ് ഉണ്ടോ, അതുപോലെ തന്നെ പേരൻസ്. ഇത് എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. നമ്മളെ പേരൻസ് നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചാണല്ലോ നമ്മളെ റിസൾട്ട് കാര്യങ്ങൾ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഒക്കെ ഒരു എത്രത്തോളം ഇതിൽ ഹെൽപ്പായിട്ടുണ്ട് ആ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുമോ? അപ്പം ഒരു ഇയർ ബ്രേക്ക് എന്ന് പറയുമ്പം എല്ലാ പേരൻസിനും ഒരു ചോദ്യചിഹ്നമാണ്. ഇയർ ബ്രേക്കോ, അത് വേണോ, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം എല്ലാവരും ഒബ്വിയസ്ലി എൻ്റെ പേരൻസും വീട്ടിലുള്ള ബാക്കി പേരൻസ് ചോദിച്ച് ബാക്കി എല്ലാവരും ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: എന്താ അഫ്ല, എന്തിനാ അപ്പം അതിൻ്റെ ഒരു ആവശ്യം? അനാവശ്യമല്ല ഒരു ഇയർ ബ്രേക്ക് എടുക്കുക, ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്യുക. നമ്മൾ ആസ് കരിയറിലേക്കുള്ളൊരു കൊല്ലം വൈകുകയാണല്ലോ ചെയ്യണേ. അപ്പം അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു, ഭയങ്കര പ്രഷറായിരുന്നു ബാക്കി കുടുംബക്കാരിൽ നിന്നും ബാക്കി സോഷ്യൽ സർക്കിളിൽ നിന്നും. അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മൈ പേരൻസ്, എൻ്റെ വീട്ടിലത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ കുഴപ്പമില്ല, നീ പഠിച്ചോ, ഒരു ഇയർ അല്ലേ പോയുള്ളൂ,
ജസ്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്കിന് പോയതായിരിക്കും അന്നത്തത്, അതുകൊണ്ട് നീ ട്രൈ ചെയ്യും, നിനക്ക് കിട്ടും എന്നുള്ളൊരു എപ്പോഴുള്ളൊരു കോൺഫിഡൻസ് അവരാണ് എനിക്ക് ബൂസ്റ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ചിലപ്പം ചില ഡേയ്സ് ഭയങ്കര ഓഫ് ആയിരിക്കും. അപ്പം എന്നാൽ കുഴപ്പമില്ല, നമുക്കൊന്ന് പുറത്തു പോകാം, അല്ലെങ്കിൽ ഇന്ന് നീ പഠിക്കണ്ട, നാളെ പഠിക്കാം. അപ്പോൾ എപ്പോഴും ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഇൻ എ ഗുഡ് വേ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പേരൻസ് ഉണ്ടായിരുന്നു. സോ യെസ്, അപ്പം ഉമ്മയുടെ പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദാറ്റ്. ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല, രാവിലെ എണീച്ച് പഠിക്കുക എന്നുള്ളത് എനിക്ക് പോസിബിളേ അല്ല. അപ്പം ഓൾമോസ്റ്റ് ഒരു 3 to 4 വരെ ഡയറക്റ്റ്ലി ഇരുന്ന് പഠിക്കും, രാവിലെ പുലർച്ചെ വരെ ഇരുന്ന് പഠിക്കും, എന്നിട്ടൊരു 9 o'clock ആകുമ്പോൾ എണീക്കും. അപ്പോൾ ഈ അതെ, എല്ലാവരും ഉറങ്ങുന്ന സമയം. പക്ഷേ ഇപ്പം എനിക്ക് പഠിക്കാനുള്ള സ്പേസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു കൺസ്ട്രക്റ്റഡ് സ്പേസിൽ പഠിക്കണേ ഇഷ്ടമല്ല, റൂമിൽ നിന്ന് പഠിക്കണേ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഹാളിലൊക്കെ വന്നിരുന്ന ബുക്കൊക്കെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് പഠിക്കും. അപ്പം ഉമ്മ ഇരിക്കും സൈഡിൽ, ഞാൻ ഉറങ്ങണവരെ ഉമ്മ ഇരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും എൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ഒരാളുടെ എന്നുള്ള എനിക്ക് വിഷ്വലി കാണാമല്ലോ. ബാക്കി എല്ലാവരും ഉണ്ട് ശരിയാണ്, പക്ഷെ എനിക്ക് വിഷ്വലി കുറച്ചും കൂടെ സപ്പോർട്ടായിട്ട് ഉമ്മ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഐ ഹവ് ടോൾഡ്, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് ഐ കോൾഡ് സുമയ്യ മാം ആൻഡ് മുഫി മാം ആൻഡ് ക്രൈഡ് എ ലോട്ട്. അപ്പം അവർ പറഞ്ഞിട്ടുള്ളത്, സാരല്ല അഫ്ല, യു ആർ ഓൺലി 21, നീ ഭയങ്കര യങ് അല്ലേ, ഇത്രയും പ്രഷർ എടുക്കണ്ട, നീ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഗൈഡ് ചെയ്ത് അവർ തന്നിട്ടുണ്ട്. അപ്പം മെറ്റീരിയൽസിൻ്റെ കേസ് ആണെങ്കിലും എപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും എപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അവരെനിക്ക് ഒരു റിപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പം അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ വെൻ ഇറ്റ് കംസ് ടു ഫ്രണ്ട്സ്, ഐ ഹവ് എ ബെസ്റ്റ് ഫ്രണ്ട്, ഹെർ നെയിം ഇസ് റന. അപ്പം റന ഇത് കാണുന്നുണ്ടാകും. അപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞാൽ പോസിബിൾ അല്ല, സ്റ്റിൽ ഐ ഹാവ് ടു നെയിം ഹെർ. റന ഞാൻ ഫറൂഖ് കോളേജ് മുതൽ ഫ്രണ്ട്സ് ആയതായിരുന്നു. അപ്പം ആളുടെ സപ്പോർട്ട് വാസ് വെരി ബിഗ്. ആള് ഇപ്പം മാനുവൽ ഇംഗ്ലീഷിൻ്റെ തന്നെ PG ചെയ്യുക. അപ്പം എൻ്റെ എല്ലാ ഹോൾ ഫ്രണ്ട് സർക്കിൾ മൊത്തം സെറ്റിലായി, ഞാൻ മാത്രം ഒരു സെറ്റ് ബാക്ക് അടിച്ച് നിൽക്കുക ഒരു 1 year. അപ്പോൾ ആളുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. എപ്പോഴും മെസ്സേജ് ചോദിക്കും, അഫ്ല പഠിക്കണില്ലേ, അങ്ങനെ ആക്കുന്നില്ലേ, ഇങ്ങനെ ആക്കുന്നില്ലേ, എല്ലാം പക്കായിട്ട് ചെയ്യുന്നുണ്ടോ, ഇത്രയും പഠിച്ചിട്ട് ടെൻഷൻ ആവണ്ട. അപ്പം എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് ഷി വാസ് ദെയർ. അപ്പോൾ എൻ്റെ എല്ലാ സ്ട്രഗിൾസും ആൾ കണ്ടിട്ടുണ്ട്, എൻ്റെ ഗ്രോത്ത് കണ്ടിട്ടുണ്ട്, എൻ്റെ ഫെയിലിയർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷി വാസ് ഓൾവേസ് ദെയർ ടു സപ്പോർട്ട് മീ. ആൻഡ് ദേ വർ ഓൾമോസ്റ്റ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. സിയാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്, ആൾ റിപ്പീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത ആളാണ്. സോ ഹി ഗിവ് മീ ടിപ്സ് ഹൗ ടു സ്റ്റഡി, എങ്ങനെയാണ് റിമെമ്പർ ചെയ്ത് വെക്കുക, ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ബെറിൽ ആളെനിക്ക് എപ്പോഴും ഇന്നത് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെക്ക് ലിസ്റ്റ് പോലെ ഇട്ട് തരും. അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഇസ് വെരി ഇമെൻസ്. അപ്പം എല്ലാവർക്കും ഈക്വൽ പാർട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള വിന്നിൽ എല്ലാവർക്കും ഈക്വൽ പാർട്ടുണ്ട്. അപ്പം പിന്നെ ഒരുപാട് ആൾക്കാരെ പ്രയേഴ്സ് ഉണ്ട്. ഉമ്മയുണ്ട്, ഉമ്മക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ എവിടെയെങ്കിലും എത്തണം, ഞാൻ ചെയ്യുന്നതിൽ സക്സസ്ഫുൾ ആവണം. അപ്പം ആളുടെ പ്രയേഴ്സ് വാസ് ലോട്ട്. ഞാൻ എപ്പോഴും ഒന്ന് വീക്കാവണ സമയത്ത് ആളെ വിളിച്ചിട്ട് പറയും എനിക്ക് പറ്റണില്ല. അതെ എപ്പോഴും പറയും നിന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ആർക്കാ പറ്റും, അങ്ങനെ ഒരു ഹോപ്പ് തരും. അപ്പം അത് ഭയങ്കര വലുതായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം ഇതൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സ്. സോ യെസ്, അപ്പം എല്ലാവർക്കും ഒരു വിൻ ആണ്. അപ്പം എനിക്ക് പഠിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വിൻ ചെയ്യുമ്പോൾ അത് എല്ലാവരുടെയും വിന്നാണ്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും ഇത് ആഗ്രഹിച്ചു. അതെ, എന്നിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ അത് വർക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം. പിന്നെ ഈ ഒരു റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം, അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പറേഷൻ ആണോ, ഏതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഒരു അങ്ങനത്തെ ഒരു സ്റ്റേജിലിരിക്കുമ്പോൾ എൻലൈനിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജേർണിയിൽ എങ്ങനെയാണ് എല്ലാം ഹെൽപ്പ് ചെയ്തിരുന്നത്, എല്ലാനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് പറയാനുള്ളത്? ഓക്കെ, ഞാൻ ഇതിന് മുന്നേ പ്രിപ്പയർ ചെയ്ത സമയത്ത്, അതായത് ലാസ്റ്റ് ഇയറിൽ CT സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ അവിടുത്തെ ക്ലാസ്സസ് ഒക്കെ ബെറ്റർ ആണ്, പക്ഷെ എനിക്കെന്തോ പഠിക്കാൻ പറ്റിയില്ല, അതും കൂടെ ഉണ്ട്. അപ്പം വെൻ ഇറ്റ് കംസ് ടു ദിസ് ഇയർ, അല്ലെങ്കിൽ 2025 സെപ്റ്റംബർ ഒക്കെ ആയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ക്ലാസ്മേറ്റ് വഴിയാണ് ഞാൻ അറിയുന്നത് എൻലേൺ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേട്ടു, പക്ഷേ എന്നാലും വേറെ പോയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പം എൻലേൺ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആളിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക, PG ചെയ്യുക. അപ്പം അതെനിക്കൊരു ഹോൾഡ് ആൾക്ക് കിട്ടുകയും ചെയ്തു, അത്യാവശ്യം നല്ല അഭിപ്രായമുണ്ട്. അങ്ങനെയാണ് ഞാൻ വന്നിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം സഹൽ അവരെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. സോ അങ്ങനെ ആൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്തു. സെപ്റ്റംബർ മുതലേ ജോയിൻ ചെയ്തു, ക്ലാസ്സസ് ഒക്കെ കണ്ടു. പിന്നെ മോക്ക് ടെസ്റ്റുകളാണ് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അത് നമുക്ക് എവിടെ നിന്നും അങ്ങനെ കിട്ടത്തില്ല, അതായത് ലൈക്ക് റെഡിമെയ്ഡ് ആയിട്ട് എവിടെ നിന്നും കിട്ടത്തില്ല. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ ഞാനത് പഠിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക്
ഈ മോക്ക് ടെസ്റ്റുകൾ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നിങ്ങളുടെ പ്രിന്റഡ് മെറ്റീരിയൽസ് ഇപ്രാവശ്യം ഇറക്കിയതാണെന്ന് പറഞ്ഞു, അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്കിപ്പോൾ എന്തെങ്കിലും പോയിന്റ് മിസ് ഔട്ട് ആയിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈവൻ ദോ സെൽഫ് സ്റ്റഡി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെയും ഒരുപാട്, എന്നാലും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റി. ബുക്കിലുള്ളതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ. പിന്നെ നമുക്കിപ്പോൾ മിസ് ഔട്ടായി പോകാം എന്ന് ചാൻസ് ഉള്ളതാണ് നമ്മുടെ ഇംഗ്ലീഷിലൊരു മോഡ്യൂൾ വിച്ച് ഇസ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ അത്ര വൈഡ് സ്റ്റഡി അല്ല, അതിന് ഒരു പെർഫെക്റ്റ് മെറ്റീരിയൽ ഇല്ല. അപ്പം ഒരുപാട് കാലമായിട്ട് അതിന് ബേസിക് ക്വസ്റ്റ്യൻസേ വരാറില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് സ്കിപ്പ് ചെയ്താലോ എന്ന് ആലോചിച്ച് എക്സാമിൻ്റെ ഒരു 1 day മുന്നെയാണ് ഞാൻ വിചാരിച്ച് സ്കിപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് എല്ലാം ക്ലാസ്സസ് കാണാം. അത് ഞാൻ അത്ര ദിവസം കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ കണ്ടു. ഒരു 2-3 hours എന്തോ ക്ലാസ്സല്ലോ, അതിൽ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വന്നത്. അതുകൊണ്ട് മാത്രം ഞാനത് ആ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് സെയിം പഠിപ്പിച്ചതാണല്ലോ വന്നത്, കണ്ടത്. അതെ, ക്ലാസ് കണ്ടത് വേർത്തായെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതെനിക്കൊരു യുറേക്ക മൊമെൻ്റ് ആണത്, ആ മൊഡ്യൂളിൽ മാർക്ക് സ്കോർ ചെയ്ത്. അതൊക്കെയാണ് എല്ലാം. പിന്നെ നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട് ഓരോരുത്തർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, എനിക്കിത് മറന്നു പോകുന്നു പഠിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി നമുക്ക് ഓരോ ടേമുകൾ, ഓരോ ആൾക്കാരുടെ പേരുകൾ, അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ, അപ്പോൾ നമ്മളത് മറന്നു പോകുന്നുണ്ട്. അപ്പം ആരടുത്ത് ചോദിക്കുമ്പോഴും അഫ്ല റിവൈസ് ചെയ്യ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വെൻ ഇറ്റ് കംസ് മൈ മെൻറ്റർ പറഞ്ഞത് സെയിം കുറേ പാറ്റേൺസ് ഒക്കെ പറഞ്ഞു, എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണം, ആളെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് വർക്കൗട്ട് ചെയ്ത് മെൻറ്റർ പറഞ്ഞിട്ടുള്ള കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ. ഓക്കെ, പിന്നെ അഫ്ലോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വാട്ട് ഈസ് യുവർ ഡ്രീം? ഓക്കെ, ഡ്രീം എപ്പോഴും ടീച്ചിങ്ങിനോടാണ് പാഷൻ. അത് സ്കൂൾ ടീച്ചിങ് അല്ല, സ്കൂൾ ടീച്ചിങ് ആയിരുന്നു ഒരു 10th ഒക്കെ വരെ. പിന്നെയാണ് കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പം കുറച്ചും കൂടെ ഒരു മോർ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ എനിക്ക് റിസർച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴും ഞാൻ പഠിച്ചിട്ടുള്ളത് സയൻസാണ് +2. അപ്പം ആദ്യം എല്ലാവരും ഞാൻ ഇംഗ്ലീഷാണ് ഡിഗ്രി എടുത്തത്, ഇപ്പോൾ PG ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ ചോദ്യം, എന്നാൽ പിന്നെ +2 എന്തിനാ സയൻസ് കഷ്ടപ്പെട്ട് പഠിച്ചതെന്നായിരുന്നു. മാത്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. അപ്പം ഐ ഗോട്ട് 99% ഓൾസോ. അപ്പം എല്ലാവരുടെയും ഒരു അതിശയ ചോദ്യമാണത്. അപ്പം എപ്പോഴും സയൻസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം എന്താ, ഇനി നീറ്റല്ലേ, ഡോക്ടറല്ലേ, എൻട്രൻസ് അല്ലേ. അപ്പം ഞാനത് നേരിട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരിക്കലും താല്പര്യമില്ല ഡോക്ടറാകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നീ എന്താ അങ്ങനെ ചെയ്യുന്നത്, ആർട്സ് ഫീൽഡിലേക്ക് പോകുന്നത്. അപ്പം എൻ്റെ ഇഷ്ടത്തോടാണ് ഞാൻ ആർട്സ് ഫീൽഡിൽ എടുത്തത്, ഇംഗ്ലീഷ് എടുത്തത്, ലിറ്ററേച്ചർ എടുത്തത് സ്പെസിഫിക്കലി. അപ്പം എനിക്കതൊരു വാശിയാണ്, എനിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഈവൻ ദോ ഡോക്ടർ ആസ് ഒരു പേഷ്യൻസിനെ പരിപാലിക്കുന്ന ഡോക്ടർ അല്ല എന്നുണ്ടെങ്കിലും റിസർച്ചൊക്കെ ചെയ്ത് ഡോക്ടറായി അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് കിട്ടി പുറത്തിറങ്ങണം എന്നാണ് ആഗ്രഹം. പിന്നെ മോർ ഇൻറ്റു ടീച്ചിങ് തന്നെയാണ്, കോളേജിൽ ലെക്ചറായി അങ്ങനെ വർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ടീച്ചിങ് ആണ് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. ഇഷ്ടമാണ്, അതിൽ കിട്ടുന്ന റിവാർഡുകൾ ഇൻ ദ സെൻസ് മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ല, റാദർ ദാൻ നമുക്കൊരു കുട്ടികളുടെ അടുത്തുനിന്ന് കിട്ടുന്ന അവർ നമ്മൾ കാരണം എന്തെങ്കിലുമൊക്കെ ആയി, അല്ലെങ്കിൽ വി ആർ പ്ലാന്റിങ് സംതിങ് ഓഫ് അസ് ടു ദെം. നമ്മൾ എത്ര നല്ലതാണോ അതിലൊരു ചെറിയ പാർട്ട് അവർക്ക് കിട്ടുന്നത്. സോ ഹൗ മച്ച് ഗുഡ് ഒരു ഫസ്റ്റ് കോപ്പി അല്ലെങ്കിൽ തേർഡ് കോപ്പി ആയിട്ട് വരുന്ന കുട്ടികളാണ്. So it's like we are planting something of us into them. So we should be more better than us. അപ്പം നമ്മൾ ഇപ്പം എങ്ങനെയാണോ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി ബെറ്റർ ആയാൽ മാത്രമേ അതിൽ നിന്ന് നല്ലൊരു കാര്യം ആ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഐ എം ട്രൈയിങ് മോർ ഫോർ ദാറ്റ്. അപ്പം റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ റിസർച്ച്, ടീച്ചിങ്, ദാറ്റ്സ് ഇറ്റ്. അതൊക്കെയാണ് ഡ്രീം. ഓക്കെ, എനിവേ സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവട്ടെ. മികച്ച നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ JNU ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ IFLO ഹൈദരാബാദൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും JNU കിട്ടുക തന്നെ ഉറപ്പാണ്. പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുക, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക. അഫ്ലയെ പറ്റി പറയുമ്പോൾ അഫ്ലയുടെ ഉമ്മ പറയുന്നുണ്ട് ഭയങ്കര പ്രൗഡായിരുന്നു. അപ്പോൾ എന്തായാലും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാവട്ടെ. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സ്വപ്നം കാണുന്നവർക്ക്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അഫ്ല ഒരു പ്രചോദനമാവട്ടെ. താങ്ക് യു.